മാധ്യമ അവതാരകർക്കിടയിലെ സൂപ്പർ സ്റ്റാർ എന്നാണ് സുജയ പാർവതിയെ വിശേഷിപ്പിച്ചുകൊണ്ടിരുന്നത്. ഞാൻ വിശേഷിപ്പിച്ചുകൊണ്ടിരുന്നത് എന്നുള്ളതിന് കാരണമുണ്ട്, അങ്ങനെ പറഞ്ഞ് അവസാനിപ്പിക്കാൻ. പിന്നീട് സുജയ പാർവതിക്ക് ഒരുപാട് ഫാൻസ് ഫോളോ ഒക്കെ ഉണ്ടായി. ഒരുപാട് ആളുകൾ സുജയ പാർവതി ചേർത്ത് നിർത്തുന്നതൊക്കെ കണ്ടു. റിപ്പോർട്ടർ ഏഷ്യനെറ്റിൽ നിന്ന് 24ലേക്ക്, 24ൽ നിന്ന് റിപ്പോർട്ടർ ചാനലിലേക്ക്, ജീവൻ ടിവിയിൽ തുടങ്ങിയ മാധ്യമ പ്രവർത്തനമാണ് ഇപ്പോൾ ബിഗ് ടി വി എന്ന് പറയുന്ന ചാനലിലേക്ക് എത്തി നിൽക്കുന്നു. പക്ഷെ അവിടെ സുജയ പാർവതിയുടെ തീരുമാനം തെറ്റിപ്പോയി എന്നാണ് സുജയ പാർവതിയെ സ്നേഹിക്കുന്ന, അല്ലെങ്കിൽ സുജയ പാർവതിയുടെ വാർത്ത ഇഷ്ടപ്പെടുന്ന, അവതരണം ഇഷ്ടപ്പെടുന്ന ഒരുപാട് ആളുകൾ പറയുന്നത്. അപ്പോൾ ഇപ്പം നമ്മൾ ഇതുമായി ബന്ധപ്പെട്ട വാർത്തകൾ ചെയ്തപ്പോൾ തന്നെ പലരും വിളിച്ചു പറഞ്ഞ കമന്റുകളിൽ ഒന്ന്, ഒരു അമ്മയായിട്ട് വിളിച്ചു പറഞ്ഞ കമന്റുകളിൽ ഒന്ന് ഇതായിരുന്നു: ഈ സുജയ പാർവതി റിപ്പോർട്ടർ ചാനലിൽ അരുൺകുമാറിനോടൊപ്പം നിന്നപ്പോഴാണ് അവർക്ക് ഇത്രയും ഫാൻസ് ഉണ്ടായത്. അവരുടെ കോംബോ കാണാനാണ് ആളുകൾക്ക് ഇഷ്ടം എന്ന് പറഞ്ഞിട്ട് അവർക്ക് വേറൊരിടവും പോയിക്കൂടാ എന്നുള്ളതല്ല. പക്ഷെ എങ്കിലും കുറച്ചുകൂടി അരുൺകുമാർ എന്ന് പറയുന്നത് എന്തൊക്കെ പറഞ്ഞാലും അദ്ദേഹം ഒരുപാട് വിവരവും തലയിൽ ആൾതാമസവും വായനയൊക്കെ ഉള്ള ഒരു മാധ്യമ പ്രവർത്തകനാണ്. അദ്ദേഹത്തിനോടൊപ്പം ഉണ്ടായിരുന്നപ്പോഴാണ് സുജയ പാർവതി എന്ന് പറയുന്ന ആളിനെ, അല്ലെങ്കിൽ മാധ്യമ പ്രവർത്തകർ എല്ലാവർക്കും ഇഷ്ടം. ഇപ്പോൾ ഒറ്റയ്ക്ക് നിന്ന സുജയ പാർവതി ബിഗ് സീറോ ആണെന്ന് പറയുന്നത് അതിന് എന്തെങ്കിലും വാസ്തവമുണ്ട്? ഇല്ല, സുജയ പാർവതിയുടെ ഒരു അവസ്ഥ വളരെ ഗതികെട്ട ഒരു അവസ്ഥയാണ്. കാരണം കഴിഞ്ഞ ദിവസം നമ്മളൊരു വാർത്ത ചെയ്തു, സുജയ പാർവതി ഉരിച്ചു പോയത്. സത്യം പറഞ്ഞാൽ അത് തന്നെ അവരുടെ ഒരു ലോകം, അല്ലെങ്കിൽ കേരളത്തിൽ ഏറ്റവും ചർച്ച ചെയ്യപ്പെട്ടിരുന്ന, അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ ആൾക്കാർ ഇഷ്ടപ്പെട്ടിരുന്ന അവതരണ ശൈലി കൊണ്ടും, അല്ലെങ്കിൽ അവരുടെ നിലപാടുകൾ കൊണ്ടും ഒരുപക്ഷെ വളരെ കൂടുതൽ ആൾക്കാർ അവരുടെ പുറകിലുണ്ടായിരുന്ന ഒരാൾ, ഒരു ബിഗ് ടി വി എന്ന് പറഞ്ഞൊരു സാധനം, അല്ലാതെ ഏതാണ്ട് വലിയ രീതിയിൽ വലിയ വാർത്തയായിരുന്നല്ലോ. ബിഗ് ടി വി വന്നു കഴിഞ്ഞാൽ പല ചാനലുകളും പല പ്രസ്ഥാനങ്ങളും പൂട്ടിപ്പോകും. അതേ രീതിയിലൊക്കെയുള്ള ഒരു ഓപ്പറേഷൻ, അല്ലെങ്കിൽ ഈ പറയുന്നിടത്തുനിന്ന് ഓരോരുത്തരെയും നമ്മൾ വിലക്കെടുക്കുകയാണ്. അവർ ചോദിക്കുന്ന വിലയ്ക്ക്. നമ്മൾ ഇതിനെ ഏറ്റവും നമ്മൾ കണ്ടിട്ടുള്ളതെന്ന് പറഞ്ഞാൽ ഈ ക്രിക്കറ്റിൻ്റെ പന്തയം കണ്ടിട്ടില്ല, IPL പന്തയത്തിനകത്ത് ഒരാളെ ഏറ്റവും കൂടുതൽ തുക വിളിക്കുന്ന ആളിനെ ആ രീതിയിലൊക്കെ നമുക്ക് തോന്നിപ്പോയൊരവസ്ഥയുണ്ട്. അപ്പോൾ അങ്ങനെ പർച്ചേസ് ചെയ്തിട്ട് ഒരു വാർത്തയ്ക്കകത്ത് വന്നിട്ട് നല്ലൊരു മേക്കപ്പ് ഇട്ടിട്ട് ഇറങ്ങാൻ പറ്റാത്ത രീതിയിലേക്ക്, അല്ലെങ്കിൽ വെയിലടിച്ചപ്പോൾ ഉരുകി ഒലിക്കുന്ന ഒരു മേക്കപ്പ്. അപ്പോൾ മേക്കപ്പ് സാധനത്തിൻ്റെ ആ ക്വാളിറ്റി, പിന്നെ അത് മേക്കപ്പ് ചെയ്തതിൻ്റെ കുഴപ്പമാണെന്ന് സുജയ പാർവതി പറയുമ്പം അത്ര ചെയ്യാൻ അറിയാത്തവരാണോ അവിടുത്തെ അത് ചെയ്യുന്നതെന്ന് പോലും നമ്മൾ ഒരു സാധാരണക്കാർ ചോദിക്കേണ്ടി വരും. അപ്പം അവർ ചെന്ന് പെട്ടിരിക്കുന്നവർ പുറത്ത് പറയുന്നില്ലെങ്കിലും വല്ലാത്തൊരു ട്രാപ്പിലാണ്. അതായത് നമ്മളെ കാണിച്ചതുപോലെ ഒന്നുമില്ല ബിഗ് ടി വി. ഒരു പക്ഷേ കഴിഞ്ഞ ദിവസം നമ്മുടെ രാമേന്ദ്രൻ സാർ, ഞാൻ ചോദിച്ചു, രാമേന്ദ്രൻ സാർ എൻ്റെ അടുത്ത് പറഞ്ഞെന്തോന്നറിയോ, ഇത് ഇലക്ഷൻ സമയത്ത് കോൺഗ്രസ്സുകാരുടെ ഒരു ട്രാപ്പായിരുന്നു. കോൺഗ്രസിനെതിരെ പറയുന്ന, അല്ലെങ്കിൽ യഥാർത്ഥ പൊളിറ്റിക്സ് പറയുന്ന കുറേ അവതാരകരെ അവരാഗ്രഹിക്കുന്ന വിലക്കെടുത്ത് ഇലക്ഷൻ കഴിയുന്നിടം വരെ അവർക്കിഷ്ടമുള്ള പോലെ സംസാരിപ്പിക്കാൻ, അല്ലെങ്കിൽ അവർ സംസാരിക്കുന്നത് ലോകം കേൾക്കാതിരിക്കാൻ. ഈ ചാനലിനകത്തൂടെ സംസാരിച്ച് ആര് കേൾക്കാൻ, ആർക്കായിരിക്കാൻ വേണ്ടി ഒരു അതിനകത്തൊരു 10 15 അല്ലെങ്കിൽ 20 കോടി രൂപ ഇലക്ഷൻ സംബന്ധിച്ചോ കോൺഗ്രസിനെ സംബന്ധിച്ചോ വിഷയമല്ല, അതിനുവേണ്ടി ഉണ്ടാക്കിയ ഒരു ട്രാപ്പാണെന്ന് കാഷ്വലി പറഞ്ഞു. അപ്പോൾ ഇതിനകത്ത് പലതും നമ്മൾ വിചാരിക്കുന്നുണ്ട്. മാത്രമല്ല ഇവരുടെ പുറകിലൊരു വലിയ പ്രസ്ഥാനം ഉണ്ടായിരുന്നു. ഏതാ, BJP അല്ല, RSS ഉണ്ടായിരുന്നു. ഞാൻ ഇവരുടെ കാര്യത്തിനകത്ത് RSS ഇടപെടുന്ന കണ്ടിട്ടുണ്ട്, എനിക്ക് പറയാൻ പറ്റത്തില്ല, കണ്ടിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ അതൊന്നും ഇല്ല. എന്തോ സുജയ പാർവതി അവർക്കും വേണ്ടാതായോ, അല്ലെങ്കിൽ അവർക്കും അതിനകത്ത് അതൃപ്തിയുണ്ടോ, അല്ലെങ്കിൽ അവർ കൊണ്ടു നടക്കുന്ന ക്വാളിറ്റിയൊക്കെ ഇവർ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ടോ, ഞങ്ങളുടെ പേര് ഉപയോഗിച്ചിട്ട് ഒരു കച്ചവട രാഷ്ട്രീയവും അല്ലെങ്കിൽ ഒരു കച്ചവട മാധ്യമ പ്രവർത്തനവും ഒക്കെ ഇവർ കൊണ്ടു നടക്കുന്നുണ്ടോ എന്നുള്ള രീതിയിലേക്കൊക്കെയുള്ള ഒരു ചോദ്യവും പറച്ചിലും അവർക്ക്, അല്ലെങ്കിൽ അവർക്കിടയിലുണ്ടോ, അല്ലെങ്കിൽ അത്തരത്തിൽ ആളുകൾ ചോദിക്കുന്ന രീതിയിലെ കാര്യങ്ങൾ പോകുന്നു. മാത്രവുമല്ല ഇവരുടെ പിറകിൽ ഒരു പുരുഷനുണ്ടെന്ന് പറയുന്നു. പുരുഷൻ എന്ന് പറഞ്ഞാൽ വേറെ രീതിയിലൊന്നും അല്ല ഞാൻ പറഞ്ഞത്. അതായത് എപ്പോഴും ഇവർ പോയാൽ റിപ്പോർട്ടർ കൂട്ടുമെന്ന് പറഞ്ഞു, മറ്റു ചില മാധ്യമപ്രവർത്തകർ പോയാൽ ആ ചാനൽ കൂട്ടുമെന്ന് പറഞ്ഞു. പക്ഷേ ഇവർക്ക് പകരക്കാരി ഒരുത്തിയെ കൊണ്ട് വെച്ചപ്പോഴും ഇവരെക്കാട്ടി റീച്ച് ഇവർ നടത്തിയിരുന്ന, ഇവർ മാത്രം ഉള്ളത് കൊണ്ട് റീച്ചിലാവുന്നു പറഞ്ഞിരുന്ന പരിപാടി അതിനെക്കാട്ടി റേറ്റിംഗ് കൂടുതലാണ്. അപ്പം ഇവർ ഘടകമല്ല, അതവരുടെ പരാജയമല്ലേ, അതും ചർച്ചയല്ലേ. നമ്മൾ ഈ ആൾക്കാർ നമ്മൾ നിസ്സാരക്കാരാന്ന് കാണരുത്. നമ്മളെ കാണുന്നവർ, നമ്മളെ കേൾക്കുന്നവർ, നമ്മളെ ആരാധിക്കുന്നവരൊക്കെ നമ്മളെക്കാട്ടി മുകളിലാണ്. അപ്പോൾ ഇപ്പോൾ അതാ അമ്മ പറഞ്ഞെന്ന് ഒന്നുമല്ല, അവർ ഷൈൻ ചെയ്തത് അതിനൊരു സ്റ്റേജ് ഉണ്ടായത് കൊണ്ടാണ്. ആ സ്റ്റേജ് അത് നടത്തുന്ന ആളിന്റെ കഴിവ് കൊണ്ടാണ്. ഇപ്പം നമ്മൾ തമ്മിൽ എന്ന് പറഞ്ഞ പരിപാടി ആൾക്കാർ കൂടുതൽ കാണുന്ന ആരാ, നമ്മൾ തമ്മിൽ അവതരിപ്പിക്കുന്ന ശ്രീകണ്ഠൻ നായരെ ഒന്ന് മാറ്റിയിട്ട്
നമ്മൾ തമ്മിൽ ആരും കാണത്തില്ല. ആ ശ്രീകണ്ഠനാഥന്റെ ശൈലി അല്ലെങ്കിൽ അയാളുടെ കഴിവ്, അയാളുടെ അവതരണ ശൈലിയും ആ ചോദ്യവും പറച്ചിലും അയാളുടെ ആ ബോഡി, ആ എനർജി, ആ ബോഡി അദ്ദേഹം അവതരിപ്പിക്കും, അദ്ദേഹത്തിന്റെ ബോഡിയുടെ ഒരു നീക്കവും ഒക്കെ ആൾക്കാർക്ക് ഇഷ്ടമാണ്. അതുകൊണ്ട് അത് കാണുന്നത് എന്ന് പറഞ്ഞാൽ അരുൺകുമാറാണ് റിപ്പോർട്ടറിൽ ഈ കാര്യം പ്രൊമോട്ട് ചെയ്ത്, അല്ലെങ്കിൽ അരുൺകുമാർ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് മറുപടി പറയുമ്പോഴാണ് ഇവർ വൈറലാവുന്നത്. അതുപോലെ ചോദ്യം ചോദിക്കാൻ ഒരാളുണ്ടാവണം. എന്ന് വെച്ചാൽ അത് പ്ലാനിങ്ങോട് കൂടിയാണ് ആ പരിപാടി നടത്തുന്നതെങ്കിൽ പോലും ജനത്തിന് മനസ്സിലാവാതെ ഇന്ന ചോദ്യം ഞാൻ ചോദിക്കും പരിപാടിക്ക് മുമ്പ്, ആ ചോദ്യത്തിന് ഇന്ന മറുപടി പറയണം എന്നുള്ള രീതിയിലേക്ക് അരുൺകുമാർ ഓപ്പറേറ്റ് ചെയ്തിരുന്നതാണോ സുജാ പാർവതിയുടെ കഴിവ്, അല്ലെങ്കിൽ അവർ കാണിച്ചത്? അല്ലേ എന്തുകൊണ്ട് അവർക്കത് കാണിക്കാൻ പറ്റുന്നില്ല? അതേ ശൈലിയിൽ ആൾക്കാർക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിൽ, ആൾക്കാരെ ത്രസിപ്പിക്കുന്ന രീതിയിൽ അഭിപ്രായം പറയാൻ പറ്റുന്നില്ല, രാഷ്ട്രീയം പറയാൻ പറ്റുന്നില്ല, മറ്റു വാർത്തകൾ പറയാൻ പറ്റുന്നില്ല. അപ്പം ഏതാണ്ട് സുജാ പാർവതി ബിഗ് ടി വി എന്തിനു തുടങ്ങി എന്ന് എനിക്കറിയത്തില്ല. അത് അതിൻ്റെ തുടക്കവും ഇപ്പോഴത്തെ പോക്കും കണ്ടിട്ട് അവർക്ക് ഇത് കൊണ്ടു നടക്കണമെന്നോ, അല്ലെങ്കിൽ നാളെ കാലത്ത് ഉണ്ടാകണമെന്നോ, അല്ലെങ്കിൽ തുടർച്ചയായിട്ട് പോകണമെന്നോ, അല്ലെങ്കിൽ ഒരു കൊല്ലം കൂടി പോലും പോകണമെന്നുള്ള താല്പര്യം ഉള്ളതായിട്ട് തോന്നുന്നില്ല. പക്ഷേ സുജാ പാർവതി ഇതിൻ്റെ കൂടെ ബിഗ് ടി വി വന്നു പോയി, ഇല്ല മിന്നാമിന് രാത്രി വരുന്നത് പോലെ പകൽ മിന്നേനെ കാണാൻ നോക്കുന്നത്, വന്നു പോയി എന്നുള്ള രീതി. പക്ഷേ സുജാ പാർവതിയുടെ കരിയർ ഇപ്പോൾ നമ്മൾ കേട്ടത് ശരിയാണെങ്കിൽ കോടിക്കണക്കിന് രൂപ ശമ്പളം പറ്റുന്ന ഒരു കരാറുമായിട്ടാണ് വനിതാ ചീഫ് എന്നുള്ള രീതിയിലേക്കൊക്കെ അതിനകത്തോട്ട് പോയി. തിരിച്ചു വരുമ്പോൾ കയറ്റിയിരുത്താൻ ആരെങ്കിലും താല്പര്യപ്പെടാത്ത, അത്രയ്ക്ക് സ്റ്റഫില്ലാത്ത, അല്ലെങ്കിൽ ഇത്രയുള്ളെന്ന് ബിഗ് ടി വിയിൽ കൂടി പൊളിച്ചു കാണിക്കുന്ന ഒരു സുജാ പാർവതി ആയിരിക്കുമോ എന്ന് നമ്മൾ വിചാരിക്കേണ്ടി വരും. ഏതായാലും സുജാ പാർവതിയുടെ നമ്മൾ പറയുമ്പം ജീവിതം ഒരു കട്ടപ്പുഹ, അല്ലെങ്കിൽ നമ്മൾ വിചാരിക്കുന്ന ഒരു കരിയർ ജീവിതം എന്ന് വെച്ചാൽ കാശുണ്ടാവാം, അവർക്ക് വേണ്ട രീതിയിൽ അവരുടെ സൗകര്യത്തിന് നടക്കാം. പക്ഷെ അവരാഗ്രഹിക്കുന്ന അങ്ങനെയാണല്ലോ. അവരെ ഇഷ്ടപ്പെടുന്ന, അല്ലെങ്കിൽ ഒരു സെലിബ്രിറ്റി, അല്ലെങ്കിൽ ഒരു മാധ്യമ പ്രവർത്തക ആ രീതിയിൽ ഹൈപ്പാകുന്ന, അല്ലെങ്കിൽ ആ രീതിയിൽ കാര്യങ്ങൾ കൊണ്ടുപോകാൻ സാധിക്കുന്ന ഒരു ഇന്ന പ്രസ്ഥാനത്തിൻ്റെ ഭാഗമായിട്ട് നിലപാടുള്ള ഒരു രാഷ്ട്രീയക്കാരി. അപ്പോൾ അതിനകത്തു നിന്ന് കിട്ടുന്ന ഒരു സപ്പോർട്ട് നമ്മുടെ സന്ദീപ് വാര്യർക്ക് ഇപ്പോൾ പറ്റിയോണ്ടിരിക്കും, മനസ്സിലാകുന്നുള്ള നാളെ കാലത്ത്. അപ്പോൾ ആ രീതിയൊക്കെ മാറി ഏതാണ്ട് സുജാ പാർവതിയുടെ കരിയർ അവസാനിക്കുന്ന രീതിയിലേക്ക് തോന്നിപ്പിക്കുന്ന ഒരു പോക്കാണ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത്. നാളെ കാലത്തെ കാര്യം നമുക്കറിയാൻ പറ്റത്തില്ല. ഒരുപക്ഷെ അതിനകത്തു നിന്ന് വന്ന് അവരുടെ സമയം മാറി ഇതിനെക്കാട്ടി വലിയൊരു അവസ്ഥയിലേക്ക് കാര്യങ്ങൾ നീങ്ങുന്നത്. ഏതായാലും ഇപ്പോഴത്തെ പോക്കിനകത്ത് നമ്മൾ എടുത്തു പറയുന്നത് എപ്പോഴും പലരും പോയി, പലർക്കും ഇതേ അവസ്ഥ തന്നെയാണ്. പക്ഷെ സുജാ പാർവതിയെ അങ്ങനെയല്ലായിരുന്നു കേരളത്തിലെ ജനങ്ങൾ കണ്ടുകൊണ്ട്. സുജാ പാർവതിയിൽ എല്ലാവർക്കും ഒരു പ്രതിപക്ഷത്തിനും ഇഷ്ടമുണ്ടായിരുന്നു, ഭരണപക്ഷത്തിനും ഇഷ്ടമുണ്ടായിരുന്നു, RSSനും ഇഷ്ടമുണ്ടായിരുന്നു, BJPക്കും ഇഷ്ടമുണ്ടായിരുന്നു. എല്ലാവർക്കും അവരുടെ ഒരു കിടില, നമ്മൾ ഈ RSS ഈ BJPക്കകത്ത് ശോഭാ സുരേന്ദ്രൻ വരുന്ന വലിയ അവരുടെ ഒരു പെർഫോമൻസ്. പക്ഷെ അതൊന്നും അവരുടേതല്ലായിരുന്നു. ഇപ്പം അതൊക്കെ എവിടെ പോയി? അതെന്താണ് അങ്ങനെ ചെയ്യാൻ പറ്റാത്തത്? അതെന്താണ് നഷ്ടമാണ്? അപ്പോൾ ഇതിൻ്റെ എല്ലാം പുറകിൽ ആ മൊട്ടയറും തന്നെയായിരുന്നു എന്ന് നമ്മൾ വിചാരിക്കേണ്ടി വരും. നമ്മളെ വിളിച്ച ആ അമ്മയുടെ വാക്കുകളിലേക്ക് നമുക്കൊന്ന് ശ്രദ്ധിക്കേണ്ടി വരും. അല്ലെങ്കിൽ എന്തുകൊണ്ട് ഇപ്പോൾ സുജാ പാർവതി ഇങ്ങനെ? അതെ, സുജയ പാർവതി എന്ന് പറയുന്ന ഒരു മാധ്യമപ്രവർത്തക കേരളത്തിലെ ഇതുവരെ മാധ്യമപ്രവർത്തകർക്ക് കിട്ടാത്ത അത്രയും സപ്പോർട്ട് സുജയ പാർവതിക്ക് കിട്ടിയിട്ടുണ്ട്, കൊടുത്തിട്ടുമുണ്ട്. കേരളത്തിലെ വാർത്തയെ ഇഷ്ടപ്പെടുന്ന, നിലപാടുകളെ ഇഷ്ടപ്പെടുന്ന ജനങ്ങളൊക്കെ. പക്ഷെ അത് പെട്ടെന്ന് ഇല്ലാതായി. ആ തീരുമാനം തെറ്റായിരുന്നോ എന്ന് എനിക്കറിയില്ല, അത് തീരുമാനിക്കേണ്ട സുജയ പാർവതിയുടെ. പക്ഷെ എങ്കിൽ പോലും സുജയെ സ്നേഹിക്കുന്ന ജനങ്ങൾ ഒന്നടങ്കം പറയുന്നു ആ തീരുമാനം തെറ്റായിപ്പോയി. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.